നമ്മളൊരു വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ ഒരു കുട്ടിയുണ്ട് എന്ന് കരുതുക. അപ്പോൾ കുട്ടിയോട് നമ്മൾ ചോദിക്കുന്നു, എന്തിന് പഠിക്കുന്നു, എന്ത് പഠിക്കുന്നു, ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു, LKG അല്ലെങ്കിൽ UKG എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ ചോദിക്കും ABCD ഒക്കെ പഠിച്ചോ. ഉടനെ അമ്മ പറയും, മോനെ പറഞ്ഞു കൊടുക്ക് ABCD. ഇതാണ് ഒരു സാധാരണ അവസ്ഥ. യഥാർത്ഥത്തിൽ കുട്ടികൾ ABCD ആണോ ആദ്യമേ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ അക്ഷരങ്ങളാണോ ആദ്യം പഠിക്കേണ്ടത്? ഇത് പരിശോധിക്കാൻ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഉപയോഗിക്കാം. പീഡിയാട്രിക്സിലേക്ക് സ്വാഗതം. കുട്ടികൾ 3.5 വയസ്സാവുമ്പോൾ സാധാരണഗതിയിൽ LKG അല്ലെങ്കിൽ പ്ലേ ക്ലാസ് ചേർക്കുന്നു. ചില സ്ഥലങ്ങളിൽ 4 വയസ്സിന് ശേഷമാണ് ചേർക്കുന്നത്. ഇങ്ങനെ ചേർക്കുന്ന കുട്ടികൾക്ക് സാധാരണഗതിയിൽ ആ പ്ലേ ക്ലാസ്സിലായാലും കൊള്ളാം, പ്ലേ ക്ലാസ്, അതിൻ്റെ പേര് തന്നെ പ്ലേ ക്ലാസ്, പ്ലേ മാത്രമേ പാടുള്ളൂ. അവിടെ അവർ ABCD പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. കാരണം കുട്ടികൾക്ക് ABCD എത്രയും പെട്ടെന്ന് ABCD പഠിക്കണം, അക്ഷരങ്ങൾ പഠിക്കണം. ഇത് ടീച്ചർമാരുടെയും മാതാപിതാക്കളുടെയും ഒരു തെറ്റായ സമീപനമാണ്. യഥാർത്ഥത്തിൽ കുട്ടികൾ അക്ഷരങ്ങളല്ല പഠിക്കേണ്ടത്. കുട്ടികൾ ആദ്യം പഠിക്കേണ്ടത് പാട്ടുകളാണ്, അല്ലെങ്കിൽ നഴ്സറി റൈംസാണ്. അടുത്ത് മറ്റൊന്ന് പഠിക്കാൻ അവർക്ക് കൊടുക്കേണ്ടത് വരയാണ്. വരയ്ക്കുക, ചിത്രം വരയ്ക്കുക. എല്ലാവരും വലിയ ചിത്രരചനാ വിദഗ്ധന്മാരാകാനല്ല, പക്ഷേ ചിത്രകല എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്, കുട്ടികളുടെ ബ്രെയിനിന് സ്യൂട്ടബിളായിട്ടുള്ള ഒരു പാഠ്യ പദ്ധതിയാണ് ചിത്രകലാ അഭ്യാസം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വരയ്ക്കാൻ പറയുന്നത്, ആദ്യം വരയ്ക്കാൻ പറയുന്നത് ഒരു ഇലയായിരിക്കും, ഒരു ചെടിയുടെ ഇലയായിരിക്കും. അപ്പോൾ കുട്ടി ഇല കണ്ടിട്ടില്ല, അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വരയ്ക്കാൻ കഴിയില്ല. അപ്പോൾ ടീച്ചർ കാണിച്ചു കൊടുക്കുന്നു ഒരു ഇല. അപ്പോൾ ഇല നോക്കി വരയ്ക്കുന്നു. വലിയ ഇല വരയ്ക്കുന്നു, ചെറിയ ഇല വരയ്ക്കുന്നു, പൂക്കൾ വരയ്ക്കുന്നു. അപ്പോൾ കുട്ടികൾ ഈ വരയ്ക്കുമ്പോൾ പിന്നെ അവരുടെ ലോകത്ത് അവരിതെല്ലാം നോക്കി വെച്ചേക്കും. പൂക്കൾ എങ്ങനെ ഇരിക്കും, ഇലകൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, കാരണം അതുപോലെ വരയ്ക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കുട്ടികളുടെ പ്രകൃതിയിലുള്ള അന്വേഷണത്തിൻ്റെ കൗതുകം വർദ്ധിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരു വീടിൻ്റെ പടം വരയ്ക്കാൻ പറയുക. അപ്പോൾ സാധാരണഗതിയിൽ വീടിനെക്കുറിച്ച് അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ടില്ലാത്ത കുട്ടികൾ വരയ്ക്കുമ്പോൾ വാതിലും ജനാലയും ഒരുപോലെ വരയ്ക്കും. പിന്നെയാണ് അതിന് അത് ശ്രദ്ധിച്ചു തുടങ്ങും, മനസ്സിലാവും വാതിൽ കുറച്ച് വലുതാണ്, ജനാല ചെറുതാണ്. അപ്പോൾ കുട്ടി അങ്ങനെ വരയ്ക്കാൻ തുടങ്ങും. അപ്പോൾ കുട്ടി ചുറ്റുപാടും അതിൻ്റെ പരിസരം ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന ഒരു എക്സസൈസാണ് ഇതുവഴി കൊടുക്കുന്നത്, അല്ല വെറും ചിത്രകല മാത്രമല്ല. അപ്പോൾ കുട്ടി വരയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കണം, നിരീക്ഷിക്കണം. അപ്പോൾ ചുറ്റിനും കാണുന്ന ഇലകൾ, പൂക്കൾ, വീട് തുടങ്ങി പല ഓബ്ജക്ട്സ്, പല സാധനങ്ങളെയും കുട്ടി അതിൻ്റെ ഡയമെൻഷനിൽ തന്നെ ശ്രദ്ധിക്കും. ചിലത് വലുത്, ചിലത് ചെറുത്, ഇങ്ങനെയുള്ള ആ വലിപ്പച്ചെറുപ്പം അതിൻ്റെ കണ്ണിൽപ്പെടും. ഇത് പഠിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് കുട്ടികൾ സറൗണ്ടിങ്സ്, പരിസരബോധം, പരിസരത്തിലുള്ള കാഴ്ചകൾ കുട്ടികൾക്ക് സ്വായത്തമാകുന്നത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, പാട്ടുകൾ പഠിപ്പിക്കുക. ഇപ്പോൾ അക്ഷരമാലകൾ പറഞ്ഞു കൊടുക്കുക, എഴുതിപ്പിക്കരുത്. അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് അതിനോട് താല്പര്യം വരും, ആ അക്ഷരമാലകളോട്, ആ അക്ഷരങ്ങളുമായിട്ട് പരിചയം വരും. അത് കഴിഞ്ഞ് കഥകൾ പറഞ്ഞു കൊടുക്കുക. കഥകൾ പറഞ്ഞു കൊടുക്കാൻ വലിയവർ, എത്ര മുതിർന്നവരാണെങ്കിലും ഒരു കഥ ഒരാൾ പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കും. അത് എത്ര പൊട്ടക്കഥയാണെങ്കിലും അവരിങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. ചെറിയ വളരെ സിമ്പിളായിട്ട് സിംഹം കാട്ടിൽ വാണിരുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ കഥകൾ പോലും മുതിർന്നവർ ശ്രദ്ധിക്കും. അപ്പോൾ കുട്ടികളുടെ സ്ഥിതി എന്തായിരിക്കും? കുട്ടികൾ വളരെ ആകാംക്ഷയോട് ശ്രദ്ധിക്കും. കുട്ടികൾ അതിനോട് അബ്സോർബ്ഡ് ആവും. അത്തരം ഒരു പരിശീലനങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടതെന്ന് ഞാൻ പറയുന്നതല്ല, WHO പറയുന്നത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. കുട്ടികൾക്ക് ഇത്തരം എക്സസൈസിലൂടെയാണ് കുട്ടികളുടെ ബുദ്ധിവികാസം എളുപ്പത്തിൽ സ്വായത്തമാകുന്നത്, ബുദ്ധിവികാസം ഉണ്ടാകുന്നത്. ആ ബുദ്ധിവികാസം എന്ന് പറയുന്നത് കുട്ടികളുടെ കാഴ്ചശക്തി അല്ലെങ്കിൽ നിരീക്ഷണ ശക്തി, നിരീക്ഷണ പാടവം, മെമ്മറൈസിങ് പവർ തുടങ്ങിയ കാര്യങ്ങൾ ആദ്യം ഇമ്പ്രൂവ് ചെയ്യും. അതിന് ശേഷം മാത്രമേ 5 വയസ്സിന് ശേഷം മാത്രമേ
അക്ഷരങ്ങൾ എഴുതി പഠിപ്പിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് കുട്ടികളുടെ ബുദ്ധിയുടെ വികാസത്തിന് അനുസൃതമായ പാഠ്യപദ്ധതി അല്ലെങ്കിൽ പാഠങ്ങൾ എന്നാണ് ലോകാരോഗ്യ സംഘടന ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക, കുട്ടികളുടെ ചിത്രം വരയ്ക്കാൻ പറയുക, കുട്ടികളോട് പാട്ട് പാടാൻ പറയുക, കുട്ടികളോട് പ്രകൃതിയുടെ കാര്യങ്ങൾ ചോദിക്കുക, മരങ്ങളിൽ എന്തുണ്ടാവുന്നു, ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന മരങ്ങളുടെ പേര് തുടങ്ങിയിട്ടുള്ള പല പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർക്ക് പ്രകൃതിയുമായും അവരുടെ ചുറ്റുപാടുകളുമായി അവർക്ക് നല്ല പരിചയമുണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ല ഒന്നും നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇതിനെക്കുറിച്ചൊന്നും പഠിപ്പിക്കുന്നില്ല, ABCD മാത്രം പഠിപ്പിച്ചാൽ കുട്ടികൾ LKG അല്ല UKG അല്ല 1ാം ക്ലാസ് അല്ല ഇനി 10ാം ക്ലാസ് പഠിച്ചാലും അവർ ചുറ്റുപാടുമൊന്നും വലുതായിട്ട് നോക്കാൻ പോകുന്നില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കുട്ടികൾക്ക് ചെറുതിലേ നിരീക്ഷണങ്ങൾ, ചുറ്റുപാടിനുള്ള നിരീക്ഷണങ്ങൾ നടത്താനുള്ള പ്രേരണ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പല കാര്യങ്ങളും നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും അവർ സ്വയം മനസ്സിലാക്കാനും ചിലപ്പോൾ ചില കുട്ടികൾ ഭാവനയിൽ അവർക്ക് കഥകൾ എഴുതാനും കവിതകൾ എഴുതാനും കഴിഞ്ഞെന്ന് വരും. അപ്പോൾ ഇത് പ്രകൃതി തരുന്ന പാഠങ്ങളാണ്. അങ്ങനെ പ്രകൃതിയിലേക്ക് പോകാനാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. അല്ലാതെ വെറും അക്ഷരങ്ങൾ ABCD കണക്ക് 1 2 3 എൻ്റെ മോന് 1 2 3 10 വരെ എണ്ണാൻ അറിയാം, അതൊന്നും വലിയ കാര്യമല്ല. അപ്പോൾ ഇത് മാതാപിതാക്കളും അധ്യാപകരും പ്രത്യേകം ഓർക്കണം എന്ന് ഒരു സന്ദേശം നൽകിക്കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. പീഡിയാട്രിക്സ് എന്ന ഈ പരിപാടിയിൽ അവതരിപ്പിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് ചെയ്യുക. ആ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരങ്ങൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നതാണ്.